എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളിതേ പിന്നെ നമ്മുടെ തോക്കുമാരുടെ വണ്ടി എടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടൊക്കെ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു ഡീസൽ പൈപ്പിനല്ലേ. ഡീസൽ പൈപ്പിനകത്ത് ഡീസൽ കയറി വരാൻ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, എയർ പിടിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കംപ്ലൈൻ്റ് എല്ലാം തീർത്ത് അതെല്ലാം റെഡിയാക്കി. ആ അതെന്നു വെച്ചാൽ അത് അവിടെ ഒരു യൂണിറ്റ് ഉണ്ട്, ആ 2 ടാങ്കല്ലേ വരുന്നത്, അതിൻ്റെ ഒരു യൂണിറ്റിന് കംപ്ലൈൻ്റ് ആയിരുന്നു. അതുകൊണ്ടായിരുന്നു ഡീസൽ കയറി വരാതിരുന്നത്. അതൊക്കെ ശരിയാക്കി ഇപ്പം എല്ലാം ഓക്കെ ആയി, സ്റ്റാർട്ട് ചെയ്തു, ഓക്കെ ആയി. അന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പോവുക ചെയ്തു, അന്നേരം എയർ കയറുന്നതുകൊണ്ട് സ്റ്റാർട്ടിങ് നിൽക്കുന്നില്ല. അപ്പോൾ പുത്തൻ ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളവിടെ നിന്ന് ഓടിച്ചോണ്ട് വന്നപ്പോഴേ ശരിക്കും പറഞ്ഞാൽ 2 വീൽ ബെയറിങ് വേണ്ട അടുത്ത് 1 വീൽ ബെയറിങ്ങേ ഉള്ളായിരുന്നു. അപ്പോൾ അത് ഇവിടെ കിടന്ന അബ്ബ് ശരിക്കും ഉരഞ്ഞുരഞ്ഞ് മൊത്തം പാടെല്ലാം വന്ന് തേയ്മാനം സംഭവിച്ചായിരുന്നു. പുതിയ ഹബ്ബ് കിട്ടിയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇപ്പം പുതിയ ഹബ്ബ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് ഓടിച്ചു നോക്കാം. ഇതാണ് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ഇപ്പം ഇതേ കിടന്ന ഹബ്ബ്. ഇതുണ്ടോ, ഉരഞ്ഞ പാടുണ്ടോ? എല്ലാം ഉരഞ്ഞുരഞ്ഞ് തേയ്മാനം സംഭവിച്ചതാണ്. ഇത് വീൽനെട്ട് കണ്ടോ, ബോൾട്ട്. ഇത് ഇവിടെ ഉരഞ്ഞാണ്, ഉരഞ്ഞുരഞ്ഞ് തേയ്മാനം ഉണ്ടായി. ഇത് മൊത്തം ഇത്രയും ഇതുള്ളതാണ്. ഇത് ഉരഞ്ഞുരഞ്ഞ് ഇത്രയും തേയ്മാനം സംഭവിച്ചതാണ്. ഇതെല്ലാം മാറി പുതിയ ഹബ്ബിലേക്ക് സെറ്റ് ചെയ്യുകയാണ്. ഒരാളെ അഡ്മിറ്റ് ചെയ്തിട്ട് നോക്കാനായിട്ട് ഏൽപ്പിച്ചിട്ട് പോയതാ. കുറെ ദിവസമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇങ്ങനെയാണോ ഒരു ബൈസ്റ്റാൻഡർ ആയിട്ട് ഏൽപ്പിച്ചിട്ട് പോയത്? ഒരു ബൈസ്റ്റാൻഡർ വീണ് കിടന്നിട്ട് ഇതുവരെ നീ അന്വേഷിച്ചോ? ഞാൻ അന്വേഷിച്ച് വന്നായിരുന്നല്ലോ. കൂടുതൽ രോഗിയുടെ കൂടെ അല്ലേലും എന്തെങ്കിലും അസുഖം പിടിക്കുന്ന പതിവാ. അതാ പറ്റിപ്പോയത്. പകർന്നതല്ലേ? പകർന്ന ഹബ്ബ് ഒക്കെ സെറ്റ് ചെയ്ത് ബെയറിങ് ഗ്രീസൊക്കെ ഇട്ട് മാറ്റി കയറ്റിയാൽ മതി. ഇപ്പം ഗ്രീസിങ് നമുക്കവിടെ ഓഫീസിൽ ഗ്രീസ് മാറാനുള്ള വണ്ടിയുടെയൊക്കെ നമുക്ക് ഒന്ന് ചോദിച്ചോളൂല്ലേ? ഞാനോ? ആ പിന്നെ അതുകൊണ്ട് അകത്തൊരു ബെയറിങ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ബെയറിങ് ഇട്ടു. നമ്മൾ ഓടിച്ചോണ്ട് വന്നപ്പോൾ അതിലൊരു ബെയറിങ്ങേ ഉള്ളായിരുന്നു. അതറിയത്തില്ലായിരുന്നല്ലോ. അതെ, അകത്തോട്ടൊക്കെ കയറി നോക്കിയായിരുന്നോ? ഇല്ല. അകത്തെ ഡ്രൈവിംഗ് സീറ്റ് മാറി, ലെഫ്റ്റ് സൈഡിലെ കോ ഡ്രൈവർ സീറ്റ് മാറി, ബെർത്ത് നല്ല അടിപൊളിയായിട്ട് അതൊക്കെ ചെയ്ത് അത് കയറി നോക്ക്. അങ്ങനെയുണ്ട്. ഡ്രൈവിംഗ് സീറ്റൊക്കെ കറക്റ്റ് ആണോ? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയല്ലേ? അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് പൊക്കം കൂടുതലായിരുന്നു, പൊക്കമൊക്കെ കുറച്ചിട്ടുണ്ട്. ഇനി പുറലത്തെ ഇതൊക്കെ കണ്ടോ, ഇത് ഇരിക്കാനും ചാരി ഇരിക്കാനുള്ളതൊക്കെ നല്ല അടിപൊളിയായി. അതെ, കവറൊന്നും പൊട്ടിച്ചില്ല. എന്നാന്നോ, നീ പണിയും പെയിന്റിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഈ കവറെല്ലാം പൊട്ടിച്ചാൽ മതി. അതുകൊണ്ട് കവറൊന്നും പറിച്ച് കളഞ്ഞിട്ടില്ല. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഇതേ ഹബ്ബെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ലോക്ക് ഇട്ട് എല്ലാം മുറുക്കി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഡ്രമ്മ് കയറ്റിയിടുക, അത് കഴിഞ്ഞ് ടയറും കയറ്റിയിടുക, ഇട്ട് മുറിക്കാൻ മതി. ആ സാധനമേ അത് ഫ്രണ്ട് ആക്സിൽ കറക്കാനായിട്ടുണ്ട്. അതിലോട്ട് വെച്ച് മുറുക്കി കഴിഞ്ഞാൽ ഫ്രണ്ട് ആക്സിൽ കറങ്ങുമ്പം അതിൽ പിടിച്ച് കറങ്ങും. ആക്സിലേക്കാണ് കയറ്റിയിടുന്നത്. അത് പിടിച്ച് ഹബ്ബ് കറങ്ങി അങ്ങനെ ടയർ കറങ്ങും. അല്ലെങ്കിൽ ഹബ്ബിന് ടയറുമായിട്ട് വേറെ പിടുത്തമില്ലല്ലോ. അതായത് നമുക്ക് കറക്കി കൊടുക്കാനുള്ളൊരു പിടുത്തമില്ലല്ലോ. അതിൽ ചുറ്റും ബോൾട്ടിട്ട് മുറുക്കുക. ബോൾട്ടിട്ട് മുറുക്കി കഴിയുമ്പം ഹബ്ബിലേക്ക് പിടുത്തമാകും. അടുത്തോ രാവിലെ പോകുന്നപ്പോൾ ഓർക്കുണ്ടായിരുന്നു, ആ കസേര കൂടെ എടുത്തോണ്ട് വരണ്ടായിരുന്നു. ഞാൻ ഓർത്തേ എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് ഒന്ന് ഓടിച്ചു നോക്കാലോ എന്ന് വിചാരിച്ചോ വന്നേ. അത് ശാലോട് തീരാൻ ഡബ്ബ് മാറണമെന്ന് ഞാൻ പറഞ്ഞല്ലായിരുന്നു. ഒരു കാര്യം ചെയ്യും, ടെസ്റ്റ് ഡ്രൈവ് അടിക്കുന്ന നമ്മുടെ കമാൻഡർ ചായയും കൂടെ വിളിക്കും. കോ ഡ്രൈവർ ചായയാണോ? ഇതിന് കോ ഡ്രൈവർ കമാൻഡറാ. ഉയർന്ന പദവി കൊടുത്തു. കമാൻഡർ വിളിച്ചിട്ടുണ്ട്, വരും. ഇപ്പൊ വന്നേക്കാന്നാ പറഞ്ഞത്. എന്നാ പിന്നെ കുഴപ്പമില്ല. അവനോട് വന്നിട്ട് ഒരുമിച്ച് പോയേക്കാതെ ഒരാളോട് ഇരിക്കട്ടെ. അന്നേരം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ഒരാളോട് ആകട്ടെ. ഓരോരുത്തരുടെ അനുഭവം വ്യത്യസ്തമായിരിക്കുമല്ലോ. അത് തന്നെയല്ല, അവൻ തെറ്റുകുറ്റം കണ്ടുപിടിക്കാൻ ഒരു പ്രത്യേക കഴിവാണ്. അപ്പൊ നമ്മുടെ ആരായിരുന്നു ക്യാപ്റ്റൻ? പിന്നെ കമാൻഡർ എത്തിയിട്ടുണ്ട് ഓടിച്ചു നോക്കാനായിട്ടല്ലേ. കമാൻഡർ ഓടിച്ചു നോക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ. കമാൻഡർ ഇപ്പം പഴയ പോലെ അല്ല, തിരക്കുള്ള മനുഷ്യനാണ്. അതെ, പണ്ട് കുറച്ച് വ്ളോഗിൽ കൂടെ ഒക്കെ നടന്നാൽ മതിയായിരുന്നു. ഇപ്പൊ അതൊന്നും അല്ല, ലോറിയിൽ കൂടെ നടക്കണം. ഒരു മുതലവിടെ മേടിച്ചുകൊണ്ട് ഇട്ടിട്ടുണ്ട്. മുതലാളിയായി. മുതലാളിയായി.
അപ്പൊ അതിന്റെ ടെൻഷൻ കാര്യങ്ങളും വേറെ. അതെ, അതിനിടയ്ക്ക് സമയം കണ്ടെത്തി വന്നതിന് നന്ദി. നന്ദി. മുഖം കാണിക്കാനായിട്ട് വധിക്കാൻ വിളിച്ചതായിരുന്നു. അല്ലല്ല പുകഴ്ത്തിയതാ. ഇതായിരുന്നു അല്ല, ഞാനോർത്തെ ഒരു രസത്തിന് വിളിച്ചായിരിക്കും ഓർത്തല്ലേ. എന്തായാലും ഇവിടെ നിൽക്കൂല്ലേ, എന്തായാലും വർത്തമാനം പറയാനായിരിക്കും ഞാൻ വിചാരിച്ചു. എന്തായാലും വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞു, ഏകദേശം 99.9% കഴിഞ്ഞു. ഇവിടുത്തെ മെക്കാനിക്കിന് പണി ഏകദേശം തീർന്നു. കഴിഞ്ഞു. ഇനിയിപ്പം ട്രയൽ റൺ എടുക്കണം ഞങ്ങൾ. അതിനായിട്ട് എക്സ്പെർട്ടിനെ വിളിച്ചു. പരിചയസമ്പന്നനായ ഒരു ഡ്രൈവർ വേണം, അതിനായിട്ടാണ് വിളിച്ചു വരുന്നത്. ആൾക്കാരുള്ളപ്പോ പിന്നെ അല്ല, അത് ക്യാമറ വിഭാഗം കൈകാര്യം ചെയ്തു. വേറെ ആളെ ഏൽപ്പിച്ചല്ലോ. ഇല്ല അത് പറഞ്ഞിട്ട് അതും കാര്യം. പോരെ. അപ്പൊ നല്ലൊരു എക്സ്പെർട്ട് ഒരാളെ ഓടിച്ച് നോക്കിയിട്ട് പലരും ഓടിച്ചു നോക്കിയാലേ കാര്യമുള്ളൂ. മൊത്തത്തിൽ വധിക്കാനുള്ള പരിപാടിയായിരുന്നു. ഇല്ല ഒരിക്കലും അല്ല. അങ്ങനെ നീ തെറ്റിദ്ധരിക്കരുത്. ഇഞ്ചിഞ്ചായിട്ടാ കൊല്ലുള്ളൂ. അങ്ങനെ ഇപ്പൊ സൂചിക്കരുത്. ചത്താ പോലും ഈസി ആയിട്ട് ചാവരുത്. അതെ അതുണ്ടോ ആ ഇടുന്നത് കണ്ടോ, ആക്സിലിന്റെ ലോക്കായിടുന്നത്, ഫ്രണ്ട് ആക്സിലിന്റെ ലോക്ക്. ഞങ്ങളന്ന് വന്നപ്പം ബെയറിംഗ് ഇല്ലാഞ്ഞുകൊണ്ട് വീലൂരി പോകാഞ്ഞതിന്റെ കാരണം ആ ലോക്കാ. ഈ ലോക്ക് ഉണ്ടായിരുന്നതുകൊണ്ടാണ് വീലൂരി പോകാഞ്ഞ, അല്ലെങ്കിൽ ബെയറിംഗ് ഇല്ലാത്തതുകൊണ്ട് വീലൂരി പോകേണ്ടതാണ്. ആ ലോക്കയിൽ ആക്സിലയിലേക്ക് തട്ടി നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് വീലൂരി പോകാതെ ഇവിടെ വരെ എത്തിയത്. ഒരു ലോക്കല്ല കേട്ടോ, 2 ലോക്കുണ്ട്. അതിന്റെ ഇപ്പുറത്ത് വെളിയിൽ ഒരു ലോക്ക് കൂടെ വരുന്നുണ്ട്. അബ്ബെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഡ്രം കയറ്റിയിടുക. ഇനിയിപ്പോൾ ടയർ കയറ്റിയിട്ടാൽ മതി. ഉണ്ടോ ഇപ്പം എങ്ങനെയാ കിടക്കുന്നതെന്ന് മനസ്സിലായല്ലോ. സാധാരണ ചെയ്യാൻ തോന്നുന്നുണ്ടോ? ടയർ കയറ്റിയിടാൻ തോന്നുന്നുണ്ടോ? സാധാരണ ചെയ്യാൻ വേണേ ഒന്ന് പരീക്ഷിക്കാം. അല്ല, ആ ടയറിന്റെ മുന്നേക്കിന്റെ കഴുത്തപ്പം പൊക്കോ. ടയർ കയറ്റിയിടാൻ നല്ല പ്രാക്ടീസ് വേണം കേട്ടോ. റെഡിയായി. അതെ, മുമ്പേ നീ മറ്റേ എന്നോട് പറഞ്ഞില്ലേ, മറ്റേ എന്തോ ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട്, സോൾനോഡ് സ്വിച്ച്. എന്നാ സോൾനോഡ് സ്വിച്ച്? അതെന്നാന്ന് 4x4 ഇതിന് പിടുത്തം കിട്ടുന്ന ഒരു അതിന്റെ ഇലക്ട്രിക് സ്വിച്ച് ആണത്. അത് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ ആ സ്വിച്ച് വർക്കായിട്ടാണ് എയർ ഇതിലേക്ക് കൊടുക്കുന്നത്. അന്നേരമാണ് ഇത് വർക്ക് ആകുന്നത്. അപ്പൊ അതിന്റെ സ്വിച്ച് വന്നിട്ടുണ്ട്. ആ സാധനം വന്നില്ലായിരുന്നു, വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതോടെ പിടിപ്പിച്ചാൽ നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ അതുകൂടെ ഒക്കെ ഇട്ട് നോക്കാം. ഇതിപ്പം നിലവിൽ വർക്ക് ആകുന്നില്ല. വർക്ക് ആകുന്നില്ലെന്ന് പറഞ്ഞാൽ 4 വീല് വർക്ക് ആകുന്നില്ല. അപ്പൊ ആ സ്വിച്ച് കൂടെ കൊടുത്തു കഴിയുമ്പോൾ അതും വർക്ക് ആകും. അപ്പൊ അതുകൂടെ നമുക്ക് ഓടിച്ച് നോക്കുന്നതോടെ ആശാനെ കൊണ്ട് നമുക്ക് ഓടിപ്പിച്ച് നോക്കാം. ആശാൻ എന്തിനും റെഡി ആയിട്ടോ, രാവിലെ മുണ്ടായിരുന്നോ? ആ ഡോറിന്റെ ലോക്ക് കൂടെ മാറിയേക്കാം. എന്നുവെച്ചാൽ അതിന്റെ താക്കോലില്ല. ലോക്ക് വലിയ പ്രശ്നമില്ല, പക്ഷെ അതിന് താക്കോലില്ല. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ ലോക്ക് ചെയ്തിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇത് അതിന്റെ ലോക്കാണ്, പുതിയ ലോക്ക് വന്നിട്ടുണ്ട്. അതെ, അതാണ് 4 വീല് ഗിയർ ചെയ്തിട്ടില്ലേ, ലോ ഗിയറിന്റെ ഹൈ ഗിയറിനൊക്കെ ഇതുപോലെ ഓരോ വാൽവുകൾ കൊടുത്തേക്കുക. എയറിലാണ് പ്രവർത്തിക്കുന്നത്. ഇഞ്ച് ബ്രേക്ക് വർക്ക് ചെയ്യുന്നത് തന്നെ ആ വാൽവ് കൊടുക്കും. ഈ വാൽവ് എയർ കൊടുത്താൽ ഗിയർ വീഴുന്നു. അത് നമ്മൾ മുകളിൽ നിന്ന് സ്വിച്ച് ഇടുമ്പോൾ ഇതിലേക്ക് എയർ ചെല്ലും. ഈ സാധനം പോയതായിരുന്നു, അതാ വർക്ക് ആകാതിരുന്നത്. ഹെഡ്ലൈറ്റ് വന്നിട്ടുണ്ട്, സൈഡ് മിറർ വന്നിട്ടുണ്ട്, വൈപ്പർ ബ്ലേഡ് രണ്ടും പോയതാ, അതുകൂടെ മാറി. ഇനിയിപ്പോൾ ആ സൈഡ് മിറർ മാറണം, പിന്നെ ഹെഡ്ലൈറ്റ് മാറണം. ഹെഡ്ലൈറ്റ് വന്നിട്ടുണ്ട്, അത് നോക്കണം എങ്ങനെയാണല്ലോ, ഇതിൻ്റെ തന്നെ ആണോ എന്ന് നോക്കണം. ഉണ്ണിബ്രോ അകത്തിരുന്ന കാര്യമായിട്ട് ഫോണിൽ പണിതുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചർ പ്ലാൻ വർക്ക്ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ പണിയുന്നതൊക്കെ നോക്കണം, അല്ല ചുമ്മാ വണ്ടിക്കകത്ത് കയറി പൊക്കപ്പുറത്തിരുന്ന നല്ലോണം കാണാം. അതുകൊണ്ടാ. ഏതാ പൊക്കപ്പുറത്തിരുന്ന നല്ലോണം കാണാം. ആണോ? പണിയുന്ന കാണത്തില്ലല്ലോ. അല്ല, പണി ഇത് കാണാമല്ലോ ഇവിടെ. ഇത് കാണാം. അപ്പൊ താഴെ പണിയാൻ ഇറങ്ങി കഴിഞ്ഞാൽ എങ്ങനെ? അത് അതിനെ പിന്നെ എന്നാത്തിനാ മുത്തേ കൊണ്ടുവന്ന് താഴെ പണിയുന്ന നോക്കാനായിട്ട് ഞാനല്ലേ. ഫോണിൽ കാര്യമായിട്ട് പണിതോണ്ടിരിക്കുകയായിരുന്നല്ലോ. പിന്നെ ഇവിടെ വൈപ്പർ ആണോ പിടിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. ശരി. മുമ്പിലോട്ടുള്ള കാഴ്ച കിട്ടിയില്ല, പിന്നെ വല്ല കാര്യമുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, അപ്പൊ അത് അർജന്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് നോക്കിയത്. കാണായിരുന്നു. എന്നിട്ട് പിന്നെ ഭംഗിയായിട്ട് കണ്ടു. സോൾനോഡ് സ്വിച്ച് മാറുക കേട്ടോ. അവിടെയാണോ? ആ ചേച്ചിന് ഇടയിലായിരിക്കുന്നത്, അത് കാണത്തില്ല. ഞാൻ കയറി നോക്കി, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞത് നമുക്ക് അത് കാണത്തില്ല. അതെ, ഒരു പേപ്പർ അങ്ങ് എടുത്തിടുക, അതുപോലെ കമന്നങ്ങ് കയറുക, എന്നിട്ട് എടുത്താ കിട്ടും. ആണോ? എന്നാ കാണിക്കാവോ, എടുത്ത് കാണിക്കാവോ? അല്ല, ഞാൻ എടുത്താ കിട്ടത്തില്ല. അല്ല, എന്നാ എനിക്ക് അറിയത്തില്ല, അതൊന്ന് കാണിച്ചു തരികയായിരുന്നെങ്കിൽ. ഇതുണ്ടോ, അങ്ങോട്ട് നോക്കിയാൽ മതി. അവിടെ പേപ്പർ ഇട്ടാച്ച് കയറിയേക്കുന്നുണ്ട്, അതുപോലെ കയറുക. ക്യാമറ എടുക്കുന്നയാൾ എടുത്താലേ ഇതുപോലോ? നമുക്ക് ക്യാമറ കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല.
അവന് ഒന്നാമത് അവന്റെ അടുത്തൊന്നും ഞാൻ ഒന്നുമില്ല, അവൻ തടിപ്പുറത്തും കൂടെ കയറി നിൽക്കുക. ആ അതല്ലായിരുന്നു കയറി നിന്നിരുന്നത്. ഞാൻ ഈ പൈപ്പ് ഇതിനെ വരച്ചോണ്ട് വന്നപ്പോഴേ കാലേ മുട്ടാതിരിക്കാൻ വേണ്ടി അങ്ങോട്ട് കയറി ചേച്ചിനകത്താ വരുന്നത് അല്ലേ? ആ ആ ആ ആ അതാ പോയതല്ലേ? ആ ആ മാറ്റാനുണ്ടല്ലേ? ഓ ഹോ 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 അതിങ്ങനെ അഴിച്ചെടുക്കുമോ ഇത്? മാറ്റി ആ ആ ഓക്കെ ശരി ശരി. ഇനി ഇടയിലായതുകൊണ്ട് അഴിച്ചെടുക്കാൻ വലിയ പാടല്ലേ? ഞാൻ വീട്ടിൽ വരെ പോയിച്ചു തരാം. എന്നാ അത്യാവശ്യം? കൊച്ചിനെ ട്യൂഷന് കൊണ്ടുപോകാം. ആ ഞാൻ കൊണ്ടുവിട്ടിട്ട് കൊണ്ടുവിട്ട് ചുടനെ വരുമോ? അവിടെ ഇപ്പോൾ ലോക്കൊക്കെ മാറിയാണ്ട് താക്കോലൊക്കെ മേടിച്ചോ കേട്ടോ. ഡോറിൻ്റെ ലോക്കൊക്കെ മാറിയിട്ടുണ്ട്. ഓ അത് ശരി. ആ അതെ അല്ലേ? ആ പോയിട്ട് ആ പോയിട്ട് പെട്ടെന്ന് വരണം. വരാതിരിക്കില്ല, നമുക്കിത് ഉറിച്ചു നോക്കാൻ പോകണ്ട. ആ നിനക്ക് കുറച്ച് സാധനം തന്നുകൂടാ? ഇവിടുന്ന് മാറിയ സാധനം എല്ലാം കൂടെ ഉണ്ടാ. പിക്കപ്പ് ഇങ്ങനെ എടുത്തുണ്ടോ അങ്ങോട്ട് തന്നുകൂടാ? എന്നിട്ട് അവിടെ ചെന്ന് നല്ല യൂണിഫോം ഇട്ട് കുളിച്ച് കുട്ടപ്പനായിട്ട് വരട്ടെ. ആ അതെ. ഇത് മത്തി ഡ്രസ്സിലൊന്നും ഞങ്ങൾ പരിഗണിക്കുകയല്ല. അതെ അതെ അതെ. നമ്മുടെ പഴയ മാറിയ സാധനങ്ങളൊക്കെ കേട്ടോ. അത് വലിയ ഉപയോഗത്തിനൊന്നും കൊള്ളത്തില്ല. ചിലത് കൊള്ളാവുന്നതുകൊണ്ട് എന്നാൽ മൊത്തം കൊള്ളത്തില്ല. എടുത്ത് വെക്കുകയാണെങ്കിൽ എങ്ങാനും കിട്ടാതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒപ്പിക്കാം. അല്ലല്ല, ചിലത് ഇടാവുന്നതൊക്കെ ഉണ്ട്, ഉപയോഗിക്കാവുന്ന സാധനങ്ങളുണ്ട്. അത് വേറെ സാധനങ്ങൾ കിട്ടിയില്ലെങ്കിൽ അത്യാവശ്യം ഒന്ന് സാധനങ്ങളെല്ലാം കയറ്റി തന്നിട്ടുണ്ട്. അതൊക്കെ കളം കാലിയാക്കി. ഇതെന്നാ ബസ്സാ പോവാണോ? കാല് കഴിച്ചുകൊണ്ട് കയറി ഇരുന്നതാ. ആണോ? എങ്ങനെയുണ്ട്? വേണമെന്ന് വണ്ടി ഒന്ന് തിരിച്ചൊക്കെ ഇടാൻ പറ്റായിരുന്നോ? അതെ അതെ. ഇതിന്റെ വർക്കിംഗ് ഒന്ന് പറയാവോ? നമ്മുടെ ഇതെന്റെ പിസ്റ്റൺ വരുന്നത് ഇതിൽ കിടക്കുക. അതിന്റെ ഫിറ്റും കാര്യങ്ങളാണ് ഈ ഓറിങ്. ഇതിന്റെ ബാക്കിൽ എയർ വരും. ആ എയർ വന്നിട്ട് ഇതിൽ തള്ളിയാണ് ഗിയർ വീഴുന്നത്. ഇത് മാനുവലായിട്ടുള്ളല്ലോ ഗിയർ വീഴുന്നത്. എയറിലായതുകൊണ്ട് അതിനെല്ലാം ഓരോ ആക്ച്വേറ്റർ കൊടുക്കും. അതതിന്റെ വർക്കിംഗ്. അത് സ്റ്റക്കായിട്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് അത് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തോ? സെറ്റ് ചെയ്തില്ല, കുറച്ചും കൂടെ ബാക്കിയുണ്ട്. ആ അത് മറന്നുപോയെന്ന് തോന്നുന്നു. ആ സ്പ്രിങ് അതെ, അത് തള്ളിവിടാനുള്ളതാണോ തോന്നുന്നത്? അങ്ങനെയാണോ? എയർ വരുമ്പം ഇത് സ്പ്രിങ് ആണോ തള്ളിവിടുന്നത്? സ്പ്രിംഗിൽ ലോഡായി നിൽക്കും. അങ്ങോട്ട് ഫ്രീ ആകുമ്പോൾ അങ്ങോട്ട് തള്ളി വിടും. ആ ആ ആ സൗണ്ടൊക്കെ സ്മൂത്തായില്ലേ? പിന്നെ വണ്ടി ഇങ്ങോട്ട് എടുത്തിട്ടേ ഇതേ 4 വീല് വർക്കാകുന്നുണ്ടോന്ന് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പം ജാക്കിയെ വെച്ചിട്ടാകുമ്പം കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പം റോഡെ ഓടിച്ച് ശകലം പാടാം. ഇതാകുമ്പം ജാക്കി പൊക്കി വെച്ചിട്ട് എല്ലാം ഇട്ട് നോക്കുമ്പോൾ കറക്റ്റായിട്ട് വർക്കിംഗ് ആണോ, വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ടാണ്. അതുകൊണ്ടല്ലോ ജാക്കി ബാഗിലും ജാക്കി വെച്ച് പൊക്കി, ഫ്രണ്ടും ജാക്കി വെച്ച് 4 വീലും ജാക്കിയെ പൊക്കി നിർത്തും. ആ ജാക്കി വെച്ച് പൊക്കുക കണ്ടോ? ഇനി പൊങ്ങി സൈഡിലായി പോയോ? സാലഡ് ഇങ്ങോട്ട് മാറ്റി വെക്കണമെന്ന് തോന്നുന്നല്ലേ? ഒരു സൈഡാ പോകുന്നത്. ഒരു സൈഡാ പൊങ്ങിയത്. അതെ. ഇതുണ്ടോ ജാക്കി വെച്ചുകൊണ്ട് ടയർ ഇറങ്ങുന്നുണ്ടോ? ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ടും ഇറങ്ങണം. അത് അറിയാനായിട്ടാ നോക്കുന്നത്. ഇട്ട് നോക്കുമ്പോൾ കറക്റ്റ് കണ്ടോ അത് വർക്കാവുന്നുണ്ടോ? അതുണ്ടോ ഫ്രണ്ടും ഇറങ്ങുന്നത്, ബാഗും ഇറങ്ങുന്നുണ്ട്. അതെ, ഓരോ മോഡ് ഇട്ടിട്ട് നോക്കുക. ഇട്ട് അതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. ഒരാൾ അടിയിൽ നിന്നുണ്ട്. അടിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാനായിട്ട് അടിയിലും ഉണ്ട്. ആ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞൊന്ന് ഓടിച്ചു നോക്കാനായിട്ട് പോവാ.
അപ്പം ഓടിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടാ മേസ്ത്രിയുടെ അഭിപ്രായം? ചെറിയൊരു കേസേ ഉള്ളല്ലേ. ഇതിനൊക്കെ സ്മൂത്തായി. ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഓടിച്ചു നോക്കി കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തിരിച്ചു വന്നു. സുജിത്തെ എങ്ങനെയുണ്ട് ഓടിച്ചു നോക്കിയിട്ട് സുജിത്തിൻ്റെ ഒരു അഭിപ്രായം? ഓടിച്ചു നോക്കിയിട്ട് ബാക്കി പഴയ വന്നതിനെ കഴിഞ്ഞ് ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ 4 വീലും എല്ലാം റെഡി ആയിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ നമുക്ക് ആകപ്പാടെ ഇനിയിപ്പോൾ കിട്ടാനുള്ളതെന്ന് പറഞ്ഞാൽ ആ ക്ലച്ചിൻ്റെ കേബിളും സ്പീഡോമീറ്റർ കേബിൾ, സ്റ്റോപ്പർ കേബിള്, പിന്നെ ആ ക്ലച്ചിൻ്റെ ആ ഒരു പൈപ്പ്. അതില്ലാത്തതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. അത് ഗിയർ വീഴുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ചില സമയത്ത് ഉടക്കുണ്ട്. അതെ. അപ്പം അത് അതെ. അല്ല, അത് ഇത് വരുന്നുണ്ട്, പൈപ്പ് വരുന്നുണ്ട്, ഓർഡർ ചെയ്തിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. അത് മാറി കേരളത്തിലെങ്ങും സ്റ്റോക്കില്ല. പാർട്ട് നമ്പറുള്ള നിർത്തിപ്പോയി. പിന്നെ ശരിക്കും പറഞ്ഞാൽ പുള്ളിയോട് ചോദിക്കേണ്ട എന്നാന്നറിയാം, ഇത്രയും നാളും പല പല വണ്ടികൾ ഇങ്ങനെ പണിത് എല്ലാം ചെയ്തിട്ടില്ലേ? അതെ. ഇതുമായിട്ടുള്ള വ്യത്യാസം എന്നാണെന്ന് അറിയാം. അതും ഇതുമായിട്ടുള്ള ഒരു വ്യത്യാസമല്ലേ? അതിന്റെ ഒരു എക്സ്പീരിയൻസ് സുജിത്തിന്റെ രീതിയിൽ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഡിഫൻസിന്റെ വണ്ടി അങ്ങനെ ഷോറൂമുകളിലൊന്നും നമുക്ക് പണിയാനത് കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ അതിലൊരു വർക്ക് ചെയ്യാൻ കിട്ടിയത് തന്നെ ഒരു ഭാഗ്യം. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. തന്നെ ആളിച്ചിരി റഫാണ്. മിലിറ്ററി അല്ലേ? മിലിറ്ററി ആയതുകൊണ്ട് അതെ. അവർക്ക് മാത്രമേ അതിന്റെ സർവീസും കാര്യങ്ങളെല്ലാം ഉള്ളൂ. ജബൽപൂർ പ്ലാന്റ് പണിയുന്ന അവിടെ എല്ലാം തന്നെ അസംബിൾ ചെയ്ത് കൊണ്ടുവന്ന പാർട്സും അതുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് കിട്ടത്തില്ല. അതെ അതെ. ശ്രീനാഥിന്റെ ഒരു അഭിപ്രായം? ആദ്യമായിട്ടാണ് ഇത്രയും പഴയ വണ്ടിയും പിന്നെ മിലിറ്ററിയുടെ ഒരു വണ്ടി ഇവിടെ പണിയുന്നത്. പിന്നെ ഇങ്ങനെ ഒരു വണ്ടി ആദ്യമായിട്ടാണ് പണിയുന്നത്. നമ്മൾ A to Z അഴിച്ചു പോകും, എല്ലാം സെറ്റായിട്ട് പണിയുന്നു. പിന്നെ പാർട്സ് അറേഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് പല സ്ഥലത്തും നമ്മൾ അറേഞ്ച് ചെയ്തു. ഒരു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ്. തരണം ചെയ്ത് ഇനിയും സാധനങ്ങൾ വരാനുണ്ട്. ഓർഡർ ചെയ്ത ബാക്കിയുള്ള വണ്ടി എന്ന് പറയുമ്പോൾ സാധനം വരുന്നു, കയറ്റി വിടുന്നു, ഒരു ദിവസം കൊണ്ട് ഇറങ്ങുന്ന പരിപാടി ഉള്ളൂ. ടെസ്റ്റ് ഡ്രൈവിന് പോയി നമ്മൾ അതിനെ തിരിക്കുമ്പോൾ തന്നെ അതിന്റെ മാറ്റം നമുക്ക് ഫീൽ ഉണ്ട്. അതായത് എഞ്ചിന്റെ ആ സൗണ്ടിന് വരെ അതിൻ്റെതായ മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഞാൻ പോയതല്ലേ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും, നമുക്ക് ഫീൽ ചെയ്യും. അപ്പം എന്നാണെങ്കിലും അടിപൊളിയായിരുന്നു, കാര്യങ്ങളൊക്കെ സ്മൂത്തായി. പോരാളികളാണ്. അല്ല, ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരാം. അതിന് വേറെ കാര്യമുണ്ട്, നമ്മളിവിടെ അടുത്തായതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട്, വരാനും എളുപ്പമുണ്ട്. ഒരു പ്രശ്നം വന്നാൽ അയലോക്കത്തിട്ടില്ല. അതെ അതെ. ഏറെന്നാ സുജിത്തിന് ഇതിനെക്കുറിച്ച് വേറൊരു അഭിപ്രായം എന്തെങ്കിലും ഉണ്ടോ? വേറെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. കാരണം ഇതൊന്നും നമുക്ക് അങ്ങനെ ഷോറൂമുകളിലൊന്നും കിട്ടാറില്ല. ഇപ്പൊ അവരുടെ ഉപയോഗം കഴിഞ്ഞ് മാക്സിമം അവർ ഉപയോഗിച്ച് കണ്ടം ചെയ്ത് കളയത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത്രയും പഴയ വണ്ടി ആരും ഷോറൂം സർവീസും ചെയ്തിട്ടില്ല. അല്ല, പല സാധനങ്ങളും മറക്കാതിരിക്കുന്ന സാധനങ്ങൾ ഉണ്ടായിരുന്നു. അത് സുജിത്ത് അതൊക്കെ കണ്ട് അതൊക്കെ റെഡിയാക്കി എടുത്ത് ഇട്ടു. അതുകൊണ്ട് അതൊക്കെ 4 വീൽ ഹീറോസ് വരുന്ന ആക്ച്വേറ്റർ എല്ലാം അഴിച്ച് അതെല്ലാം സ്റ്റക്കായിട്ടിരിക്കുകയായിരുന്നു. അതെല്ലാം അഴിച്ച് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും ബാക്കി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. അപ്പം പാർട്സൊക്കെ അന്നേരം അറേഞ്ച് ചെയ്തു. പിന്നെ സുജിത്ത് ബാക്കിയുള്ള പണികളൊക്കെ സെറ്റ് ചെയ്തു. വീണ്ടും കാണാന്ന് വീണ്ടും അല്ല, അതെ, ഇവിടെ മാത്രം അത് പറയരുതല്ലേ. അപ്പം വഴിക്ക് വെച്ചൊക്കെ കാണാം. അതെ, വഴിക്കും കാണാന്ന് പറയാൻ പറ്റില്ല. അങ്ങോട്ട് പോകുമ്പോൾ വഴിക്ക് അവിടെ നിന്ന് കൈ കാണിക്കാന്നല്ലേ. അതെ അതെ. സുജിത്തിന്റെ വീട് എവിടെ ശരിക്കും? എന്റെ വീട് കളത്തൂര്. പേരെങ്ങനെ? എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. അഭിജിത്ത്. അഭിജിത്തിന്റെ വീട് എവിടെ? ചിങ്ങവന. ശ്രീനാഥന്റെ ഇവിടെ തന്നെ. അപ്പം എല്ലാവർക്കും അല്ലേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പോരാളികളാണ്. പിന്നിൽ പ്രവർത്തിച്ചതും മുന്നിൽ പ്രവർത്തിച്ചതും. ഇനിയിപ്പം എന്തെങ്കിലും പാർട്സൊക്കെ ഉണ്ടെങ്കിൽ ക്യാബിന് ശാലം പരിപാടി ഉണ്ട്. അത് ഇന്റീരിയർ എല്ലാം ഒന്ന് പൊളിച്ച് എല്ലാം റെഡിയാക്കാനുണ്ട്. പിന്നെ AC കയറ്റണം, അങ്ങനെ പെയിന്റ് അടിക്കണം, കുറെ പരിപാടികളുണ്ട്. അപ്പം ഇവിടുത്തെ കഴിഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇനിയും പണിയുണ്ട്. ഇവിടുത്തെ കഴിഞ്ഞെന്നും പറയാൻ പറ്റില്ല, കുറച്ച് സാധനം കൂടെ വരാനുണ്ട്. അപ്പം ബാക്കിയുള്ളത് നമുക്ക് ഓഫീസിൽ കൊണ്ടിട്ട് അവിടുന്ന് നമുക്ക് ചെയ്യാം. അപ്പം നമ്മുടെ വണ്ടിയുടെ എൻജിൻ വർക്കൊക്കെ കഴിഞ്ഞു. നമ്മൾ ജസ്റ്റ് ഒരു ട്രയൽ റണ്ണും നടത്തി. ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അല്ലേ? ഇല്ല, ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു എയർ പൈപ്പ് വന്നാൽ മതി, അതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ബാക്കി പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ എൻജിൻ വർക്ക് കഴിഞ്ഞു, അപ്ഗ്രീസിങ് കഴിഞ്ഞു, അതെല്ലാം. ബാക്കി ഗിയർ ഓയിൽ, ഹൗസിംഗ് ഓയിൽ എല്ലാം മാറി, ബാക്കി ഓയിലുകളെല്ലാം മാറി.
കൂളൻ്റ് എല്ലാം ഇതാക്കി, വെള്ളമായിരുന്നു കൂളൻ്റാക്കി. ഇനിയിപ്പം വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് അപ്പോൾസറി ചെയ്യണം. അപ്പോൾസറി ക്യാബിനകത്ത് ചൂട് കയറുന്നതൊക്കെ കുറയ്ക്കണം, AC ഫിറ്റ് ചെയ്യണം, പെയിൻ്റ് അടിക്കണം. ഇതൊക്കെയാണോ പണിയുള്ളത്? നമ്മൾ വണ്ടി എടുത്ത് വീട്ടിൽ കൊണ്ടിടാൻ തീരുമാനിച്ചു. അതെ, അപ്പോൾ പണിയൊക്കെ തീർന്ന് വീട്ടിലേക്ക് പോവാണ്. ഇനി ബാക്കിയുള്ള പരിപാടികൾ നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിൽ ചെയ്യാം. അപ്പോൾ ഇന്നിപ്പം വീട്ടിൽ കൊണ്ടിടാം, നാളെ എന്നിട്ട് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകാം, നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ. എങ്ങനെയുണ്ടോ ഓടിച്ചിട്ട്? കുഴപ്പമൊന്നുമില്ല, നല്ല സ്മൂത്താണ്. ഈ കുറച്ച് ഓടി ഒന്ന് ഇതാകണം, എന്നാലും കുഴപ്പമില്ല. നല്ല ഇതായി, പഴയലും നല്ല ഇതായി. അതെ, നമ്മൾ വണ്ടി കൊണ്ടുവന്ന് വീട്ടിലിട്ടു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ദാമുക്കുട്ടി അല്ലായിരുന്നു പറയുന്നത്? ദാമുക്കുട്ടി എന്താ പറയാഞ്ഞേ? വീണ്ടും കാണാം.